ഇപ്പോൾ ഗ്യാസൊക്കെ കിട്ടാൻ താമസമായതുകൊണ്ടേ ചോറും കുടിവെള്ളമൊക്കെ നമ്മളിപ്പോൾ അടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് മത്തനില കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാം. മത്തനിലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇനി ഇതൊക്കെ നമുക്കൊന്ന് കഴുകിയെടുത്തിട്ട് ഇനി നാരുകളൊക്കെ ഉണ്ട്, അതൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഈ ഇല നമ്മൾ നട്ടതൊന്നും അല്ല കേട്ടോ, അത് നമ്മുടെ പറമ്പിൽ മുളച്ച് വന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് കണ്ടപ്പോൾ കുറച്ച് ഇല എടുത്ത് തോരൻ വെക്കണം എന്ന് തോന്നി, അങ്ങനെ എടുത്തതാണ്. മത്തങ്ങ ഉപയോഗിക്കണ പോലെ തന്നെ ഇതിൻ്റെ ഇലയും തണ്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ തണ്ടേന്ന് ഞാര് കളയാൻ എളുപ്പമാണ്, പക്ഷേ ഇലയുടെ ഞരമ്പ് പോലെ ഇരിക്കുന്ന അതുമേന്ന് കളയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാരൊക്കെ കളഞ്ഞ് ഞാൻ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അരിഞ്ഞെടുക്കാം. ഈ മത്തനില നമുക്ക് ദഹനത്തിന് സഹായിക്കും, അതോടൊപ്പം തന്നെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഇത് വളരെ നല്ലതാണ്. ഇതിൽ നമ്മൾ പച്ചമുളകും തേങ്ങയൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് മത്തനിലയ്ക്ക്. മത്തനിലയൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ചെറിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി നമുക്കിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയ്ക്ക് പകരം ചെറിയുള്ളി ആയിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ഇല ഇട്ട് കൊടുക്കാം. ഇത് കൂടുതലായിട്ടും ഉണ്ടാക്കണം നമ്മുടെ കേരളത്തിലെ വീടുകളിലാണ്. ഞാനിതിൽ ഒരു മുട്ടയും കൂടിയൊക്കെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഇല നമ്മുടെ ചട്ടി നിറച്ചുണ്ട്, പക്ഷേ ഇത് വാടി വരുമ്പോഴത്തേക്ക് ഒത്തിരി കുറയും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിൽ നമ്മൾ വെള്ളം ഒട്ടും തന്നെ ചേർക്കണില്ല കേട്ടോ. ഈ ഇലയിൽ നിന്ന് തന്നെ വെള്ളം വന്നോളും, അതിൽ തന്നെ ഇത് വെന്ത് കിട്ടും. തീ വളരെ കുറച്ചിട്ട് വേണം നമുക്കിത് ഉണ്ടാക്കാൻ. അപ്പോൾ ഈ ഇല വേകുമ്പോഴേക്കും നമുക്ക് അതിന് വേണ്ട തേങ്ങ ഒതുക്കിയെടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളകും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മത്തൻ്റെ തണ്ടും ഇലയൊക്കെ നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇലയൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട ഇതിൽ കിടന്നൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടട്ടെ. നമ്മുടെ മത്തയിലേക്ക് കുറച്ച് ഉപ്പ് പോരാതെ ഉണ്ട്, അത് ഞാൻ ഈ മുട്ടയിലേക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. മുട്ടയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ആ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയും മുട്ടയും എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് അധികം നേരം ഇളക്കണ്ട, ഒരു 5 മിനിറ്റൊക്കെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ തേങ്ങ ചേർക്കുന്നില്ലെങ്കിൽ ഒരു മുട്ടയും കൂടി എക്സ്ട്രാ ചേർത്താൽ മതി കേട്ടോ, തേങ്ങ ചേർക്കണമെന്നില്ല. അപ്പോൾ നമ്മുടെ മത്തയില തോരൻ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ. മത്തയില കിട്ടുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.